ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആദ്യം തന്നെ ഏവർക്കും ശുഭദിനം നേരുന്നു. ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപത്തെ വീഡിയോസിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അതിൻ്റെ അകത്ത് കുറച്ച് സജഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഭയങ്കര വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഡ്സ് ആക്ട് 2019 കുറിച്ചൊന്ന് സംസാരിക്കണം. കാരണം ഇവിടെ പലർക്കും ബഡ്സ് ആക്ട് 2019 കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സജഷൻ ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നും തന്നെയല്ല, ബഡ്സ് ആക്ട് 2019 കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബഡ്സ് ആക്ടിനെ കുറിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷനിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബഡ്സ് ആക്ടിൽ ഏതൊക്കെ കമ്പനീസ് വരും, ഏതൊക്കെ കമ്പനീസ് വരത്തില്ല, ഏതൊക്കെ കമ്പനീസിന് എക്സംഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും, പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ബഡ്സ് ആക്ടിൻ്റെ സുഖകരമായിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടി സർക്കാർ നിയോഗിച്ചിട്ടുള്ള കോമ്പറ്റൻ്റ് അതോറിറ്റിക്കും അതുപോലെ കോമ്പറ്റൻ്റ് അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യാൻ പവേഴ്സ് ഉള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിനുമുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സിനുള്ള പവേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ടേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ കമ്പനീസ് ഇൻക്ലൂഡ് ചെയ്യും, ഏതൊക്കെ കമ്പനീസ് ഇൻക്ലൂഡ് ചെയ്യില്ല, ഏതൊക്കെ കമ്പനീസിന് എക്സംഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ബഡ്സ് ആക്ട് 2019 ചാപ്റ്റർ 2 ഓക്കെ, ചാപ്റ്റർ 2 സെക്ഷൻ 3 സെക്ഷൻ 4 ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെ സ്കീംസാണ് ബഡ്സ് ആക്ടിൽ വരാത്തത്? അപ്പം ആദ്യമായിട്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ ഹൗസിംഗ് ബോർഡ്, സെബി, അതുപോലെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ അതുപോലെ പെൻഷൻ ഫണ്ട്, അതുപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇറക്കുന്ന സ്കീംസ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇറക്കുന്ന സ്കീംസ്, അതൊന്നും ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഓക്കെ, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ഇതൊക്കെ വരത്തില്ല, ഈ കമ്പനീസ് ഒന്നും ബഡ്സ് ആക്ടിൽ വരത്തില്ല. അപ്പം ഈ സ്കീംസിന് പുറത്തുള്ള കമ്പനീസ് അല്ലെങ്കിൽ സ്കീംസ് ബഡ്സ് ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണ്. പക്ഷേ സർട്ടൺ എക്സംഷൻസും കൂടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഈ എക്സംഷനെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 8 ചാപ്റ്റർ 8 സെക്ഷൻ 41 ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു സർട്ടൺ ഡെപ്പോസിറ്റ്സ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടി ഇപ്പോൾ കമ്പനി ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുന്നെങ്കിൽ ഓക്കെ, അത് ഈ ബഡ്സ് ആക്ടിൽ ഉൾപ്പെടില്ല. അതാണ് എക്സംഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ചാപ്റ്റർ 8 സെക്ഷൻ 41 പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിസ്റ്റ് റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ്. റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സെബി, RBI, നാഷണൽ ഹൗസിംഗ് ബോർഡ് അതുപോലുള്ള സ്കീംസിൽ പോലും അത് ബഡ്സ് ആക്ടിലേക്ക് വരും. എപ്പോഴെന്ന് അറിയാമോ? ഇപ്പോൾ അതിൻ്റെ അകത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഡെപ്പോസിറ്റ് കളക്ട് ആ കമ്പനീസ് ടൈംലി പേയ്മെൻറ്റ് മനഃപൂർവ്വം ഡിഫോൾട്ട് ഉണ്ടാക്കിയാൽ അതും ബഡ്സ് ആക്ടിൽ വരും. മനസ്സിലായില്ലേ? ഇപ്പം RBIയും നാഷണൽ ഹൗസിംഗ് ബോർഡും അല്ലെങ്കിൽ സെബിയും പറഞ്ഞിരിക്കുന്ന സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ബഡ്സ് ആക്ടിൽ വരില്ല എന്നല്ല, അതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ആ ടൈം പീരീഡിൽ ആ പറഞ്ഞിരിക്കുന്ന പ്രോമിസ് ടൈം പീരീഡിൽ റിട്ടേൺ തന്നില്ലെങ്കിൽ അതും ബഡ്സ് ആക്ടിൻ്റെ അകത്ത് വരുന്നതാണ് അല്ലെങ്കിൽ പെർവ്യൂവിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബഡ്സ് ആക്ടിൽ ഏതൊക്കെ കമ്പനീസാണ് ഇൻക്ലൂഡ് ആവുന്നത്, ഏതൊക്കെ കമ്പനീസ് ഇൻക്ലൂഡ് ആകില്ല, ഏതൊക്കെ കമ്പനീസിന് എക്സംഷൻ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ബഡ്സ് ആക്ടിലെ ചാപ്റ്റർ 2 അതുപോലെ ചാപ്റ്റർ 8 എക്സംഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബഡ്സ് ആക്ടിൻ്റെ സുഖകരമായിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടി സർക്കാർ കോമ്പറ്റൻ്റ് അതോറിറ്റിയെയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസേഴ്സിനെയും നിയമിച്ചിട്ടുണ്ട്. കാരണം ഏതൊരു റൂളും നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടി ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ആക്ടിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി ആകാൻ ആർക്കാണ് യോഗ്യത? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ 3 ഓക്കെ, ചാപ്റ്റർ 3 പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് കോമ്പറ്റൻ്റ് അതോറിറ്റി ആവാം? അപ്പോൾ സർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്രട്ടറി സ്ഥാനത്തിന് താഴെയല്ലാത്ത ഏത് ഒഫീഷ്യൽസിന് വേണമെങ്കിലും കോമ്പറ്റൻ്റ് അതോറിറ്റി ആകാം. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി കോമ്പറ്റൻ്റ് അതോറിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഫിനാൻസ് സെക്രട്ടറി സഞ്ജയ് എം കോൾ സാറിനെയാണ് ഫിനാൻസ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെയാണ് കോമ്പറ്റൻ്റ് അതോറിറ്റി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്?
അതെന്ന് പറഞ്ഞാൽ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള ഡിസ്ട്രിക്റ്റ് കളക്ടേഴ്സിനെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ പവേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പവേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ പവർ എന്താണ്? ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും പവർ എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ 3 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്റർ 3 അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്റർ 3 അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോമ്പറ്റൻ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ പറഞ്ഞ ഗവൺമെൻറ് ഒഫീഷ്യൽസിനോ ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ഓക്കെ, എന്താണ് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് സ്കീം അല്ലെങ്കിൽ ഒരു മണി ഡെപ്പോസിറ്റ് സ്കീംസ് നടക്കുന്നു, ബഡ്സ് ആക്ടിൻ്റെ പുറകിൽ വരുന്ന, ബഡ്സ് ആക്ടിൻ്റെ അകത്ത് വരുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നോർമൽ ബിസിനസ് ഓപ്പറേഷൻസിനല്ലാതെ ഇങ്ങനെ ഒരു സ്കീം നടക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ RBO SEBIO ഒന്നും ഗൈഡ്ലൈൻസ് ഒന്നും ഫോളോ ചെയ്യാതെ ഒരു സ്കീം, അല്ലെങ്കിൽ അത് അപ്രൂവ്ഡ് ചെയ്തിട്ടില്ലാത്ത സ്കീം ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടുകയും അതിൻ്റെ അകത്ത് സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഓഫ് എവിഡൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പോൾ ഏതിനും നമ്മളിപ്പോൾ ഒരു ആരോപണം മാത്രം വെച്ചിട്ട് നടത്താണ്ടി പറ്റത്തില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത് എന്തൊക്കെയാണ്? അപ്പം ആ പറഞ്ഞിരിക്കുന്ന ഇപ്പം ആരോപിക്കപ്പെട്ട കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട്. ഈ ബുക്സ് അവിടെയും ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ ബഡ്സ് ആക്ട് പ്രകാരം ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ഒരു പവറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിവിൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ആക്ട് പ്രകാരം അല്ലെങ്കിൽ റൂൾ പ്രകാരം ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിക്കും ഗവൺമെൻറ് ഒഫീഷ്യൽസിനും പവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇവരുടെ ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാനും, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡെപ്പോസിറ്റ് ടേക്കേഴ്സിനെ വിളിച്ചു വരുത്തുവാനും, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്വീകരിക്കുവാനും അതിനുള്ള എല്ലാം പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അവിടെ പരാമർശിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം ഫോളോ ചെയ്തതിന് ശേഷം ഇഫ് ദേ ഫീൽ, ഇപ്പം കോമ്പറ്റൻ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ കോമ്പറ്റൻ്റ് അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിനോ ഇഫ് ദേ ഫീൽ ദാറ്റ് ഓക്കെ ദേ ആർ ഡൂയിങ് സംതിങ് അൺലോഫുൾ, നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദേ ഹാവ് ദ കംപ്ലീറ്റ് റൈറ്റ് ടു പ്രൊവിഷണലി അറ്റാച്ച് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ബാങ്ക് അക്കൗണ്ട്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോപ്പർട്ടീസും അതുപോലെ ബാങ്ക് അക്കൗണ്ട്സും അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ, ഇനിഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണ്, അല്ലാതെ ഫൈനൽ അറ്റാച്ച്മെൻ്റ് അല്ല, പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് എപ്പോഴാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഈ കംപ്ലയിൻറ്റ് കിട്ടുകയും ഈ കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ ബേസിസിൽ ഈ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാത് ജില്ലയിലെ ഡിസ്ട്രിക്ട് കളക്ടറിന് ഇങ്ങനെ ഒരു പരാതി കിട്ടുകയും ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പരാതി കിട്ടുകയും ആ പരാതിയുടെ ബേസിസിൽ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാനുള്ള പരമാധികാരം ചാപ്റ്റർ 3 ബഡ്സ് ആക്ടിലെ ചാപ്റ്റർ 3 പ്രകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഇപ്പം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്, അതാണല്ലോ ഇപ്പോഴത്തെ മലയാളക്കാരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇത്. കുറേ നമുക്കിപ്പോഴും അത് കോർട്ടിൽ നിൽക്കുകയാണ്. ആദ്യം സെഷൻസ് കോർട്ടിൻ്റെ ഓർഡർ ഹൈക്കോടതി റദ്ദാക്കുകയും, അപ്പം നിങ്ങൾക്കെന്നെ ചിന്തിക്കാം, ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് അപ്പം കോടതി ഇരിക്കുന്ന കാര്യമാണ്, നമുക്ക് ഫർദർ കമൻറ്റ്സ് ചെയ്യാണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ 2 പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊക്കെ സ്കീംസാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവുന്നത്, അത് ഏതൊക്കെ സ്കീംസ് ഇൻക്ലൂഡ് ആകില്ല, ഏതൊക്കെ സ്കീംസിന് എക്സംഷൻ ഉണ്ട്, പിന്നെ അതുപോലെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെയും അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും കോമ്പറ്റൻ്റ് അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിൻ്റെയും പവേഴ്സിനെയും കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് ആലോചിക്കാം, അപ്പോൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ എന്താണ് വരുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻസിൽ ഷെയർ ചെയ്യാം. മറ്റൊന്നും തന്നെയില്ല. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു വീഡിയോ തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊന്നും തന്നെയില്ല, ഏവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.